വെൽക്കം ടു ഹോംലി ഹോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ഓറഞ്ച് കേക്കിൻ്റെ വീഡിയോ ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കുറച്ച് പേര് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബാർബിക്യൂ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ തന്തൂരി മസാലയോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റെഡ് കളർ ഫുഡ് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ആക്കിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു 2.5 കപ്പ് ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫസ്റ്റ് വാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്കിത് ഈ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം 30 മിനിറ്റിന് ശേഷം ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഇവിടെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു കടായി നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇപ്പോൾ ഇവിടെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുമ്പേ നമ്മൾ സവോള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലാണ്. ആ ഓയിലിൽ നിന്ന് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ റൈസിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. ഇനിയും ഒരു 4 ബേ ലീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റാർ അനീസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം നല്ലപോലെ ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഈ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളക് ഇതുപോലെ തന്നെ ഹോളായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് 30 മിനിറ്റ്സ് ആയപ്പോൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒനിയൻ ഉണ്ടല്ലോ, അതുകൂടെ കുറച്ച് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ റൈസ് ഒരു 80% കുക്കാക്കി എടുക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് റൈസ് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് മുമ്പേ സവോള ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ സവോള ഫ്രൈ ആക്കി എടുത്ത ആ എണ്ണയിലിട്ട് തന്നെ ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചിക്കനും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേണം നമ്മൾ ചിക്കൻ ഫുള്ള് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ ഫുള്ള് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 മീഡിയം സൈസ് സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ചിക്കന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും ഈ സമയം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി സവോളയൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ടുള്ള പച്ചമുളക് ഒരു 4-5 എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ 2 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇപ്പം നല്ലപോലെ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതിന് വരെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതേ പോട്ടിലേക്ക് തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുഴിവുള്ള ഒരു പാത്രം നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ബിരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള ഫ്ലേവർ കൊടുക്കുന്നതാണ് നമ്മളൊരു ചാർക്കോള്. അപ്പോൾ ഇതുപോലെ ഈ ചാർക്കോൾ ഒന്ന് ബേൺ ചെയ്തിട്ട് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ചാർക്കോളാണ് നമ്മുടെ ഈ റൈസിനും ചിക്കനും ഒക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പം ഇതൊരു മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പോ 1-2 ഡ്രോപ്പ് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫ്യൂംസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ലിഡ് ഇട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ടൈമിലെല്ലാം നമ്മുടെ സ്റ്റൗവ് ഓഫായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ലിഡിനൊക്കെ ഇതുപോലെ ഹോൾ ഉള്ളതാണെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അലുമിനിയം ഫോയിലോ വല്ലതും വെച്ചിട്ട് നമുക്കത് നല്ലപോലെ ക്ലോസ് ചെയ്തിട്ട് 10 to 15 മിനിറ്റ്സ് ഇതിങ്ങനെ തന്നെ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു ചിക്കനിൽ നിന്ന് നല്ലൊരു സ്മോക്കി ഫ്ലേവറിൻ്റെ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചിക്കൻ്റെ മുകളിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് വയ്ക്കണം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഒരു 80% കുക്കായപ്പോൾ തന്നെ ഞാനത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലിൽ ഒന്നെങ്കിൽ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ കലക്കിയത് ഇതുപോലെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് പാലിൽ കുങ്കുമപ്പൂ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മുകളിൽ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോഴും നല്ല കളറ് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒനിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ റൈസിൽ നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണിയുടെ ആ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിന് ചെറിയൊരു ഹീറ്റ് കൊടുക്കാം. അപ്പം നമ്മുടെ റൈസിനും ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ടൈം ആകുമ്പോൾ നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ബാർബിക്യൂ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ഒരു തവണയെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ട്രൈ ചെയ്യുന്നവർ നോക്കുന്നവരൊക്കെ ഫോട്ടോസ് അയച്ചു തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഉടനെ തന്നെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.